എൻ്റെ ജീവനും നാഥനും സൃഷ്ടാവും കർത്താവുമായ ഇന്നും ജീവിക്കുന്നതിനുമായ എല്ലാവരുടെയും മധ്യസ്ഥയും അമ്മയുമായ പരിശുദ്ധ കൃപാസനാമയ്ക്ക് എൻ്റെ കോടി കോടി നന്ദി. ഞാൻ അനിദ്യ ജോൺസൺ, എൻ്റെ ഹസ്ബൻഡ് ജോൺസൺ. ഞങ്ങൾ ഒല്ലൂരിടവകയിൽ തൃശ്ശൂർ ചിയാരത്തു നിന്ന് വരുന്നു. ഞാൻ 2019 ഇവിടെ ഉടമ്പടി എടുത്തു. 4 തവണയും ഞാൻ പുതുക്കി കഴിഞ്ഞു. എല്ലാ മാസവും ഇവിടെ വരുന്നിരുന്നു, ആരാധനയിൽ പങ്കുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കോവിഡ് വന്നപ്പോൾ പിന്നെ വരാൻ സാധിക്കാതെയായി. പിന്നീട് കോവിഡിന് ശേഷം പിന്നെ ഉടമ്പടി എടുക്കാൻ 2022 പിന്നെ വരാൻ സാധിച്ചത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവണം എന്നതായിരുന്നു. 28 വർഷമായി ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഓരോ തവണയും ഞങ്ങൾ വീട് മാറുമ്പോൾ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് വളരെയധികം പ്രത്യാശയുണ്ടായി. കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമാനമാർഗം കൂടി. ഹസ്ബൻഡിന് വരുമാനം, ബിസിനസ്സിൽ പുരോഗതി ഉണ്ടായി. ഞാനൊരു ട്യൂഷൻ ടീച്ചറാണ്. എനിക്ക് ഓൺലൈൻ ക്ലാസ്സുകളും ട്യൂഷനും കിട്ടി. അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ വരുമാനമാർഗം അല്ലാതെ കൂടിയതിനെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങാൻ സാധിച്ചു. നല്ല രീതിയിൽ തന്നെ ആ വീട് പണിയാനും ഞങ്ങൾക്ക് സാധിച്ചു. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ നടക്കുമ്പോൾ എല്ലാ വീടുകളിലും മാറി മാറി താമസിക്കുമ്പോൾ ഞങ്ങൾ കരുതിയിരുന്നത് മക്കളും എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾക്ക് ടൗണിനടുത്ത് തന്നെ ഞങ്ങൾക്കൊരു നല്ലൊരു വീട് എനിക്ക് കിട്ടണേ. പ്രത്യേകിച്ച് ലോൺ എടുക്കാനോ മറ്റുള്ള സാഹചര്യങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വളരെയധികം സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് വീട് പണിയാനും അത് വേഗം 1 വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് താമസമാക്കാനും സാധിച്ചു. വീട് പണിയാനായിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ സ്ഥലത്തിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ 2 പേരും കൂടി ഒരു സ്ഥലം കാണാൻ കാര്യമായിട്ട് പോകുന്നത്. ഞങ്ങളവിടെ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. 11 മാസത്തേക്ക് 6 മാസത്തേക്ക് കരാർ എഴുതണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഓണറോട് പറഞ്ഞു ഞങ്ങൾക്ക് 11 മാസത്തേക്ക് കരാർ എഴുതണം, പൈസ മുഴുവനും ശരിയാവുമെന്ന് അറിയില്ലായിരുന്നു എന്ന്. അവർ 11 മാസവും സമ്മതിച്ചു. ഞങ്ങൾ 11 മാസം 3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാനും തുടർന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്കത് വീട് പണിയാനും ഞങ്ങൾക്ക് സാധിച്ചു. ഉടമ്പടി വീട് പണി നടന്നു വന്നിരിക്കുന്ന സമയത്ത് തന്നെ ഞാനിവിടെ പലപ്പോഴും സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വന്നിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടുള്ളൊരു വീട്. അതുകൊണ്ട് അപ്പോഴൊക്കെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വീട് പണി കഴിയട്ടെ ചേച്ചി പിന്നെ വരൂ എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും ഇവിടുന്ന് മടക്കി അയച്ചിരുന്നു. അപ്പോൾ വീട് പണി അത്രയും തവണ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്ന കാരണമായിരിക്കാം എൻ്റെ വീട് പണി പെട്ടെന്ന് കഴിഞ്ഞു. ഓരോ കല്ലിലും ഞാൻ ഈശോനെ അമ്മേനും കണ്ട് ഞാൻ ആ കല്ലുകൾ എടുത്തു വച്ചിരുന്നു. എല്ലാ പണികളും വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ടും കഴിഞ്ഞു. ആ വീട് പണി എങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പൈസയുടെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലെല്ലാം എൻ്റെ കൂടെ അമ്മ നിന്നതായിട്ട് ഞാൻ നന്നായി ഫീൽ ചെയ്തിരുന്നു. വീട് പണി കഴിഞ്ഞ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുമ്പോൾ 10-ാം ദിവസം ഹസ്ബൻഡിനും മോൾക്കും കൂടിയിട്ട് ടൗണിനടുത്ത് വെച്ച് തന്നെ ആയിട്ട് ഒരു വലിയൊരു അപകടം ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ ബ്രദർ ഉണ്ടായിരുന്നു. ഞാൻ അവനും കൂടി ആര്യോ ഫോണിൽ നിന്നാണ് ഞങ്ങൾക്കത് വിളിച്ച് പറഞ്ഞത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇവർ 2 പേരും ബ്ലഡിൽ കുളിച്ച് കിടക്കുകയാണ് കാണുന്നത്. 1 കിലോമീറ്റർ മുമ്പിൽ തന്നെ ഞാൻ അവിടെ വലിയൊരു ബ്ലോക്ക് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി 2 പേരും എൻ്റെ കയ്യിൽ കിട്ടാൻ പോണില്ല എന്ന്. അവൾ എന്തോ ഒരു ബോധത്തിൽ എന്നെ വിളിച്ചത്, എവിടുന്ന നമ്പർ ഏതാ ഒന്നും അവൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഹസ്ബൻഡിന് ഒരു തീരെ ബോധമില്ല, ഓർമ്മയൊന്നുമില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും ആംബുലൻസും എത്തി. അവിടേക്ക് ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാലൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട് വിരൽ. എന്നിട്ട് കൊണ്ടുപോയി അവിടെ വരെ എത്തുമ്പോൾ ഞാൻ 1 കിലോമീറ്ററോളം ഉണ്ട് ഹോസ്പിറ്റലിലേക്ക്. ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ മാതാവിൻ്റെ സ്വരം കേൾക്കുകയാണ്, നീ പേടിക്കാനുള്ളതായിട്ടൊന്നുമില്ല, നിന്നെ പേടിക്കാനുള്ളതായിട്ട് ഒന്നും തന്നെയില്ല എന്ന് ഞാനൊരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. എൻ്റെ മാതാവിൻ്റേതല്ലാതെ പിന്നെ ആരുടെ ശബ്ദമാണ് ഞാൻ ആ ഒരു വരയിൽ ഞാൻ കേൾക്കാൻ പോകുന്നത്? മോളെ ഞാൻ ഞങ്ങളുടെ കാറിലാണ് കൊണ്ടുപോയത്. അവൾക്ക് കാലിൻ്റെ മുട്ടിന് ലിഗ്മെൻറ്റിന് എല്ലിന് ഇതൊക്കെ അവൾക്ക് ഫ്രാക്ചറും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് അറിയാൻ പറ്റിയത്. അവളെ ഞാൻ കാറിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അവൾ വരച്ച് എന്താ നടന്നേ ഒരു വണ്ടി എതിരെ ഇവർ തിരിയാൻ നിൽക്കുമ്പോൾ ഒരു വണ്ടി എതിരെ വന്ന് ഇടിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് പിന്നീടുള്ള വണ്ടികളൊന്നും ഇവരെ മേലെ കയറിപ്പോയില്ല. ഇവർ 2 പേരും റോട്ടിലായിരുന്നു കിടന്നിരുന്നത്.
എല്ലാ വണ്ടികളുടെയും ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഇവരെ കണ്ടിരുന്നത്. ഇവർ റോട്ടിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ആ സമയം തന്നെ ആംബുലൻസ് വന്നതും ഞാൻ ആ വെളിച്ചത്തിൽ കണ്ടു. ഇവരുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ധൈര്യം, ഓപ്പോസിറ്റ് റോഡ് സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ നിൽക്കണം, എനിക്ക് ഇവരുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ആൾക്കാരെല്ലാവരും കൂടിയ കാരണം എല്ലാവരും കൂടി അവരെ ആംബുലൻസിൽ കയറ്റിയുണ്ടല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയിൽ വീണ്ടും ഞാൻ ശബ്ദം കേൾക്കണം, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെ അത്രേ. പിന്നീട് എനിക്ക് സുഭാഷിതം 16:1 ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ആ വചനം അതിൻ്റെ കൊട്ടേഷൻ ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. ഒരു വീടുണ്ടായി, കുട്ടികളെല്ലാവരും നല്ല വിദ്യാഭ്യാസത്തിൽ വന്നു. ഞാൻ വളരെയധികം സന്തോഷിക്കാൻ എനിക്ക് ഇടവരുന്നു എന്ന് എൻ്റെ മനസ്സിൽ അഹങ്കാരമായിരുന്നു എന്നത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഇദ്ദേഹത്തിന് വളരെയധികം മുറിവുകളുണ്ടായിരുന്നു. മുഖത്ത് മുഴുവനുള്ള എല്ലുകൾ മുഴുവനും നുറുങ്ങിയിരിക്കുകയായിരുന്നു. ഒന്നും ഡിസ്ലൊക്കേറ്റഡ് ആയിരുന്നില്ല. മൂക്കിന് മുകളിലുള്ള എല്ലുകൾ പൊട്ടി, കാലിലെ വിരലുകൾ അറ്റു തൂങ്ങി, തലയിൽ ബ്ലഡ് ക്ലോട്ടായി. കുറേ നാൾ 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈശോനെ ഞാൻ ഉറപ്പായിട്ടും വിളിച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാം, അവരെ ഹസ്ബൻഡിന് ഞാൻ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാം. മോൾ അത്രയും ക്രിട്ടിക്കലല്ലായിരുന്നു. ഉടനെ തന്നെ അതിൻ്റെ പിറ്റേന്ന് 2 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹം വേഗം സുഖമായിരുന്നു. ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ICUവിൽ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞു, നമുക്ക് സാക്ഷ്യം പറയാൻ പോകണം, കൃപാസനത്തിൽ നമുക്ക് സാക്ഷ്യം, അമ്മ മാതാവാണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. അടുത്തത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ബുധനാഴ്ചയും ഞാൻ അത്താണിയിൽ തൃശ്ശൂർ പോപ്പ് പോൾ മേഴ്സി ഹോമിൽ എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടുത്തെ അന്തേവാസികൾക്ക് എല്ലാവരും ബെഡ് റിഡണാണ്. അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാനും, അവരെ തുണികളിൽ തോരയിട്ട് കൊടുക്കാനും, തുണികൾ കഴുകി കൊടുക്കാനും, അവർക്ക് പാത്രങ്ങളെല്ലാം കഴുകി കൊടുക്കാനും, അവർക്ക് ആവശ്യമായ എന്ത് കാര്യം, നഖം വെട്ടി കൊടുക്കുക, എല്ലാ കാര്യത്തിനും നമുക്ക് അവർ നമ്മൾ ചെല്ലാൻ കാത്തിരിക്കുകയാണ്. അവർക്ക് അവരുടെ വിശേഷം പറയാനും പിന്നെ നമ്മുടെ വിശേഷങ്ങൾ അവരറിയും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ബുധനാഴ്ചയും ചെല്ലും. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് എല്ലാ മാസവും 100 ഡയപ്പർ വീതം, ഞങ്ങൾക്ക് പുതുക്കാട് എന്നൊരു ഗ്രൂപ്പുണ്ട്, നമുക്ക് ഇവിടെ കൃപാസനം മരിയൻ ഗ്രൂപ്പ് ഒന്നുണ്ട്. ആ മരിയൻ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് കഴിയാവുന്ന സഹായങ്ങളൊക്കെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അവരെല്ലാവരും ഒരു മിനി ചേച്ചി ഞങ്ങൾക്ക് അതിനെ ലീഡ് ചെയ്യാനുണ്ട്. എല്ലാ മാസങ്ങളും അവിടെ 1000 മണി ജപമാലയുണ്ട്. അതിലെല്ലാം നമുക്ക് വേണ്ടി അവർ 300 ചില്ലാനം പേരുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽക്കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു കൂട്ടമായിട്ട്, ഒരു ഗ്രൂപ്പായിട്ട് നമുക്കത് സഹായം ചെയ്യാനായിട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും സാധിക്കുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ മാസത്തിലും കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെയും പൊതിച്ചോറുണ്ടാക്കി ഭക്ഷണമായിട്ട്, ഏറ്റവും നല്ല ഭക്ഷണമായിട്ട് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു വിടമുണ്ടാക്കിയിട്ട് ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് ഉണ്ടാക്കുക. അത് എല്ലാ മാസങ്ങളിലും ഞങ്ങളത് തുടർന്ന് പോരുന്നുണ്ട്. ടൗണിലുള്ള എല്ലാവർക്കും കൂടിയിട്ട് കഴിയാവുന്ന അത്തരം പൊതിച്ചോറ്. ഇപ്പോൾ പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ വേറെ എന്തെങ്കിലും ആപ്പിളായിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സൗകര്യമായിട്ട് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ബൈബിൾ വായന എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്. എപ്പോഴാണ് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് പോകും. ഞായറാഴ്ച 2-3 കുർബാന, ഏതെങ്കിലും ദിവസം മുടങ്ങിക്കഴിഞ്ഞാണെങ്കിൽ 2-3 കുർബാന പങ്കെടുക്കാനായിട്ട് എനിക്ക് ഉള്ളിൽ വളരെയധികം ഉത്സാഹമാണ്. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഈശോ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും കോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 20-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവൻ ഉത്തരമരുളും. വലത്ത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അനിത ജോൺസൺ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തനിക്ക് ഒരു ഭവനം വേണമെന്നുള്ള വലിയ ആഗ്രഹം തന്നെയാണ്. 26 വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്ക് സ്വന്തമായിട്ട് ഒരു ഭവനം സ്വന്തമാക്കാനായിട്ട് സാധിക്കുക ചെയ്യുന്നത്. കുറേ നാൾ 12 ഭവനങ്ങൾ മാറിയാണ് ഇന്ന് സ്വന്തമായിട്ടൊരു ഭവനത്തിലേക്ക് കടന്നു വരിക. അവിടെ വരുമ്പോഴാണെങ്കിലും പരിശുദ്ധ അമ്മയോട് ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസത്താലും അതോടൊപ്പം തന്നെയാണെങ്കിലും മറ്റു വിധത്തിലുള്ള കടങ്ങളൊന്നും ഇല്ലാതെ കണ്ടു തന്നെയാണ് ഈ കുടുംബത്തിന് നല്ലൊരു ഭവനം പണിയുവാനും അതിൽ താമസിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുക ചെയ്ത്. അതോടൊപ്പം തന്നെയാണെങ്കിലും തുടർന്ന് ഈ കുടുംബത്തിലുണ്ടായ ഒരു അപകടമാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയാൽ
യാതൊരുവിധമായ ഒരാപത്തും കൂടാതെ കണ്ട് ഈ കുടുംബത്തെ സംരക്ഷിച്ചുവെന്ന് അമ്മയുടെ വാക്കുകളിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിലും കാരുണ്യപ്രവൃത്തികളാണെങ്കിലും പ്രേക്ഷിത അത് അവർക്ക് ഉചിതമെന്നോണം ചെയ്തു കൊടുക്കുവാനും വചനങ്ങളിലൂടെയും ഈശോയെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യുന്നത് ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള ഇവരുടെ ജീവിതം തന്നെയാണ്. ഇനിയും ഈ കുടുംബത്തെ പരിശുദ്ധമായ അനുഗ്രഹത്തിൻ്റെ പ്രത്യക്ഷീണ സാക്ഷികളായിട്ട് ഇനി ഈ കുടുംബത്തെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നിരവധിയായ ആവശ്യങ്ങളുമായിട്ട് ആയിരിക്കും നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.